Hi friends, welcome to SJTutorialsLive. ഇന്ന് പറയാൻ പോകുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിനെ കുറിച്ചാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും അതിൻ്റെ സെക്ഷൻസുമാണ് പറയാൻ പോകുന്നത്. അതുപോലെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഏതൊക്കെയാണ് എന്നുള്ളതും. അതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നതാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൻ്റെ കൺസെപ്റ്റ്. എന്താണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. അതുപോലെ അതിൽ വരുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ SDLC എന്നുള്ള ഈ ഒരു കൺസെപ്റ്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ എന്നുള്ള ഈ ഒരു സെക്ഷൻ. അതുപോലെ ഇമ്പോർട്ടൻ്റ് എസ് ചോദിക്കുന്നതാണ് മോഡൽസ്, വാട്ടർഫാൾ മോഡൽ, സ്പൈറൽ മോഡൽ, ഇൻക്രിമെന്റൽ പ്രോസസ് മോഡൽ. അങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒരു മോഡൽ സ്ഥിരമായിട്ട് ചോദിക്കും. അതെന്തായാലും ഇപ്പോഴും ചോദിക്കാറുണ്ട്. ഏതാണ് ഏതെങ്കിലും ഒരു മോഡലിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ ഓരോ മോഡലും അറിയണം. അതുപോലെ ഇതിൽ വരുന്ന ഈ ഒരു DS DM ഇതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട്. പിന്നെ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നതാണ് റിക്വയർമെന്റ് എഞ്ചിനീയറിംഗിന്റെ കൺസെപ്റ്റുകൾ. റിക്വയർമെന്റ് എഞ്ചിനീയർ എന്താണ്, എന്തൊക്കെയാണ് റിക്വയർമെന്റിൽ ആവശ്യമുള്ളത്, എന്താണ് വാലിഡേഷൻ, റിക്വയർമെന്റ് എങ്ങനെയാണ് വാലിഡേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. മൂന്നാമത്തെ മൊഡ്യൂളിൽ വരുന്നത് ഡയഗ്രാംസുകളാണ്. ഡിഫറെന്റ് ഡയഗ്രാം, യൂസ് കേസ് ഡയഗ്രാം, ക്ലാസ് ഡയഗ്രാം, സ്റ്റേറ്റ് ഡയഗ്രാം, ആക്ടിവിറ്റി ഡയഗ്രാം, പാക്കേജ് ഡയഗ്രാം, അങ്ങനെ ഓരോ ഡയഗ്രാമുകൾ. എല്ലാ ഡയഗ്രാമത്തിന്റെ ഒരു സിമ്പിൾ ഒരു ചെറിയ എക്സാമ്പിൾ പഠിച്ചു വെക്കുക. അതിനെ എല്ലാവരും ചെയ്ത് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. രണ്ട് ഡയഗ്രാം മിക്സ് ചെയ്തിട്ട് സാധാരണ എസ് ചോദിക്കാറുണ്ട്. എക്സ്പ്ലെയിൻ യൂസ് കേസ് ഡയഗ്രാം ആൻഡ് ക്ലാസ് ഡയഗ്രാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോദിക്കും. അതല്ലെങ്കിൽ ഡിഫറെന്റ് ഡയഗ്രാംസ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഡയഗ്രാം നിർബന്ധമായിട്ട് അറിയണം. അതുപോലെ ഇതിൽ വരുന്ന ഈ ടേമുകൾ കുറച്ച് ലാസ്റ്റ് തന്നെ ഈ റീഫാക്ടറിങ്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഈ ഒരു കൺസെപ്റ്റ് എന്തൊക്കെയാണ് വരുന്നത് അതിനെക്കുറിച്ച് അറിയണം. ഡിസൈൻ മോഡൽസ്, ഡാറ്റ ആർക്കിടെക്ചർ ഇന്റർഫേസ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഈ കോമൺ ടേമുകൾ, ഇതിൽ ഉപയോഗിക്കുന്ന ടേമുകൾ അറിയണം. ഇനി ഫോർത്ത് മൊഡ്യൂൾ ആണെന്നുണ്ടെങ്കിൽ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്നുള്ളത്, ഒരു സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡോക്യുമെന്റേഷന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയണം. പിന്നെ ഈ കൺകറൻസി മെക്കാനിസം ചോദിക്കാറുണ്ട്. ഡാറ്റ അബ്സ്ട്രാക്ഷൻ ഊപ്സിന്റെ കൺസെപ്റ്റിലോട്ട് അതിന്റെ ഒരു രീതിയിൽ തന്നെയാണ് ഇതും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുപോലെ ഈ കൺകറൻസി മെക്കാനിസം അറിയണം. ഫിഫ്ത്ത് മൊഡ്യൂൾ ആണ് എന്നുണ്ടെങ്കിൽ ഇത് ചോദിക്കാറുണ്ട്, ക്വാളിറ്റി ഡിലമ്മ എന്താണെന്നുള്ളത്. അതുപോലെ വരുന്നതാണ് വെബ് ആപ്പിന്റെ വാലിഡേഷൻ ടെക്നിക്കുകൾ. അതുപോലെ സിസ്റ്റം ടെസ്റ്റിംഗ് എന്താണെന്ന്, ഡീബഗിങ്ങിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്, BPR എന്ന് പറയും, അതിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അതിന്റെ റിവേഴ്സ് എഞ്ചിനീയറിംഗിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഇതൊക്കെയാണ് ഫിഫ്ത്ത് മൊഡ്യൂളിൽ വരുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 2-3 മോഡലുകൾ ഞാനിവിടെ വെക്കുന്നുണ്ട്. ഇതിൽ സ്പൈറൽ മോഡൽ കണ്ടല്ലോ, സ്പൈറൽ മോഡൽ നേരത്തെ പറഞ്ഞ DSDM എന്ന് പറഞ്ഞ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നല്ലോ, DSDM. ഓക്കെ, അപ്പോൾ അതിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. DSDM എന്ന ഡൈനാമിക്സ് സിസ്റ്റം ഡെവലപ്മെന്റ് മോഡൽ. പിന്നെ ടെസ്റ്റിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ ഡയഗ്രാം, ഡിപ്ലോയ്മെന്റ് ഡയഗ്രാം, അങ്ങനെ ഓരോ ഡയഗ്രാം, ക്ലാസ് ഡയഗ്രത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ, അധികം ഡയഗ്രാമുകളാണ് ചോദിക്കുന്നത്. എസ്എ ക്വസ്റ്റ്യൻ നോക്കിയാൽ മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്, അതുപോലെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ളത്, ഇതൊക്കെയാണ് കോമൺ ക്വസ്റ്റ്യൻസിനാണ് ഇതിലെല്ലാം വരുന്നത്. ദെൻ കൊഹിഷൻ അതുപോലെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡാറ്റ ഫ്ലോ ടെസ്റ്റിംഗ്, പിന്നെ വൈറ്റ് ബോക്സ്, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങുകളെല്ലാം അറിയണം. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻസ് വരുന്നത് വാട്ടർഫാൾ മോഡൽ. ഡിഫറെന്റ് മോഡൽസിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കുന്നു പറഞ്ഞ പോലെ ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ ക്ലാസ് ഡയഗ്രത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. പിന്നെ ടെസ്റ്റിംഗ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അങ്ങനെ കോമൺ ആയിട്ടുള്ള പറഞ്ഞിട്ടുള്ള സിലബസിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് മെയിനായിട്ട് ചോദിക്കുക. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, SC ആൻസർ ചെയ്യുമ്പോൾ SA ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ പാരഗ്രാഫ് ബൈ പാരഗ്രാഫ് ആയിട്ട് തന്നെ എഴുതണം. ഓരോ പാരഗ്രാഫിനും ഓരോ ഹെഡിങ് കൊടുത്തിട്ട് ഓരോ സംഭവം എന്താണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പോൾ ഡിഫറെന്റ് മോഡൽസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ എന്താണ്, വാട്ടർഫാൾ മോഡൽ ഹെഡിങ് കൊടുത്തിട്ട് വാട്ടർഫാൾ മോഡലിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക, അതിന്റെ ഡയഗ്രാം വരയ്ക്കുക. അടുത്തത് സ്പൈറൽ മോഡലിനെ കുറിച്ച് എഴുതുക, അതിന്റെ ഹെഡിങ് കൊടുക്കുക, അതിനെക്കുറിച്ച് എഴുതുക, അതിന്റെ ഡയഗ്രാം വരയ്ക്കുക. അങ്ങനെ ഒരു ഓർഡറിൽ തന്നെ ചെയ്യണം. അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തെങ്കിലും എഴുതി വെച്ചാൽ പാസ്സാവില്ല. ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ ടേം എന്താണ് ഉദ്ദേശിക്കണം എന്നുള്ള അറിയണം. ഷോർട്ട് ഫോം ആയിട്ടാണ് അധികം ചോദിക്കാറുള്ളത്, പ്രത്യേകം നോക്കിയാൽ തന്നെ അറിയാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഫുൾ ഫോമുകൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. ഏകദേശം ഒരു 17 ടൈപ്പ് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിക്കുക.
ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ചാൽ ഒരു 65% നിങ്ങൾക്ക് മാർക്ക് ഉറപ്പിക്കാം. കാരണം ഈ ക്വസ്റ്റ്യൻ പേപ്പർ പഴയ സിലബസ് ആയതുകൊണ്ട് സിലബസിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള സിലബസിൽപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്.